ജോൺ ബ്രിട്ടാസ് ക്ഷണിതാവായി എത്തുന്നത് സ്ഥിരീകരിക്കുന്നുണ്ടോ? സ്ഥിരം ക്ഷണിതാവായി ജോൺ ബ്രിട്ടാസ് വരികയാണോ? ജോൺ ബ്രിട്ടാസ് സ്ഥിരം ക്ഷണിതാവായി എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് ലഭിച്ചിട്ടില്ല. കാര്യം പല പ്രതിനിധികളും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന പല നേതാക്കന്മാരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ ഒരു സ്ഥിരം ക്ഷണിതാക്കളുടെ ഒരു പട്ടികയിൽ ആദ്യം ലഭിച്ച ഒരു പട്ടികയിൽ ഇവിടെ നിന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാകുന്ന മണിക് സർക്കാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മുൻപുണ്ടായിരുന്ന SRP എസ് രാമേന്ദ്രപിള്ള അടക്കമുള്ള ആൾക്കാർ അവരുടെ 7 പേരുടെ പേരുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ നമുക്ക് ലഭിക്കാത്ത ആ പട്ടികയിലായിരിക്കും, ആ പേപ്പറിലായിരിക്കാം ഈ ജോൺ ബ്രിട്ടാസിന്റെ പേരുണ്ടാകുക. ജോൺ ബ്രിട്ടാസിന്റെ പേരുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇതിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ സ്ഥിരീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പം സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ജോൺ ബ്രിട്ടാസ് MP കേന്ദ്ര കമ്മിറ്റിയുടെ സ്ഥിരം ക്ഷണിതാവാകുമോ? സ്ഥിരം ക്ഷണിതാവാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ആ സൂചനകൾ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ നൽകിയ പട്ടികയിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ചില ഒരു അവ്യക്തത അതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത്. ഇപ്പോൾ ഏതായാലും അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ജോൺ ബ്രിട്ടാസ് സ്ഥിരം ക്ഷണിതാവായി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുമെന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ നേതാക്കൾ ഈ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിനാണ്. അല്പസമയത്തിനകം തന്നെ അത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മധുരയിലെ പാർട്ടി കോൺഗ്രസ് വലിയ തോതിലുള്ളൊരു ചർച്ചയും വലിയ തോതിലുള്ളൊരു നാളെയിൽ ഒരു വലിയ ചരിത്രവുമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും പ്രധാനമായും EMSന് ശേഷം മറ്റൊരു മലയാളി പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് MA ബേബിയാണ് എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യം. ഒപ്പം തന്നെ ആ ഒരു ജനാധിപത്യ രീതിയിൽ ആളുകളെ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് CPM അവകാശപ്പെടുന്നത്. ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ഒരു വലിയ ഒരു മാറ്റത്തിലേക്ക് CPM പോകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും സജീവ രാഷ്ട്രീയങ്ങൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായ ഒരു പാർട്ടി സമ്മേളനം കൂടിയാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ഫോർമുലകൾ ഈ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്.